നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 12, ദ ഡ്രീം ഗേൾ. 1977 ഓഗസ്റ്റിൽ റോബർട്ട് കെന്നഡി സെലിബ്രിറ്റി ടെന്നീസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ന്യൂയോർക്കിലെത്തി. പ്രത്യേക ക്ഷണപ്രകാരം ആദ്യം അവരുടെ മാനേജർ ബോബി വിളിച്ചിരുന്നു. അതുകൂടാതെ റോബർട്ട് എഫ് കെന്നഡിയുടെ ഭാര്യയായിരുന്ന ഈതൽ കെന്നഡി പ്രത്യേകം ഫോൺ ചെയ്ത് ക്ഷണിച്ചു. എയർപോർട്ടിൽ വരവേൽക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ടൂർണമെൻറ്റിന് മുന്നോടിയായിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അത് നടക്കുന്ന ഒരു വലിയ കൺവെൻഷൻ സെൻറ്ററിൽ അദ്ദേഹം എത്തി. അവിടെ അദ്ദേഹത്തെ ആദ്യമായി സ്വീകരിച്ചത് ഫോണിൽ ആദ്യം സംസാരിച്ച ബോബി തന്നെയായിരുന്നു. ഒരു വെൽക്കം ഡ്രിങ്ക് കൈമാറിക്കൊണ്ട്, ഇവിടെ റിസപ്ഷൻസിൽ കാണുന്ന പോലെ കളർ കലക്കിയ വെള്ളമല്ല, നല്ല സ്കോച്ച് വിസ്കി, അതൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. അപ്പോഴേക്കും ഈതൽ കെന്നഡി ഓടി അടുത്ത് വന്നു. അവർ പരിചയപ്പെട്ടു. നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അർണോൾഡും തിരിച്ച് അതേ രീതിയിൽ മറുപടി പറഞ്ഞു. ഈ കുടുംബത്തിലെ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത് എൻ്റെയും ഭാഗ്യം. പിന്നെ അവിടെ പല വ്യക്തികളെ പരിചയപ്പെട്ടു. കെന്നഡി, ജോൺ എഫ് കെന്നഡിയുടെയും റോബർട്ട് കെന്നഡിയുടെയും സഹോദരിയായ യൂനിസ് കെന്നഡി, അവരുടെ ഹസ്ബൻഡ് സാർജന്റ് ഷ്രൈവർ, പിന്നെ അവരുടെ മകൾ മെറിയ ഷ്രൈവർ. മെറിയയും അർണോൾഡും വളരെ പെട്ടെന്ന് കമ്പനിയായി. കാരണം അവർ ചെറുപ്പമാണ്. ബാക്കി ഇത്രയും നേരം പരിചയപ്പെട്ടവരൊക്കെ ഒരു 40-50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. വളരെ നേരം അവർ സംസാരിച്ചിരുന്നു. മെറിയ ആ സമയത്ത് ഒരു TV ജേർണലിസം കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, എൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന ഒരു TV സ്റ്റാർ ആവുക എന്നുള്ളതാണ്. ആ അർണോൾഡിനെ വളരെയധികം ഇമ്പ്രസ് ചെയ്തു. കാരണം അർണോൾഡും ലോകപ്രശസ്തനാവാൻ, ലോകത്ത് 1-ാം നമ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ് അർണോൾഡ്. അതേ ആറ്റിറ്റ്യൂഡുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. ഇതിനു മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു, ബാർബറ. പക്ഷെ ബാർബറയ്ക്ക് അത്തരം ആഗ്രഹങ്ങളില്ല. അവർക്ക് അവരുടെ കരിയറുമായി ഒതുങ്ങിക്കൂടണം എന്നല്ലാതെ ലോകപ്രശസ്തയാവണം എന്നുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവരൊന്നിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും താമസ സൗകര്യങ്ങൾ അവിടെ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തി. അല്പം കഴിഞ്ഞപ്പോൾ മെറിയയും മെറിയയുടെ ഒരു കസിൻ കരോളിനെയും കൂടി അർണോൾഡിനെ വിസിറ്റ് ചെയ്യാൻ അവിടേക്ക് വന്നു. വീണ്ടും അവർ വളരെയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സമയത്ത് മെറിയ പറഞ്ഞു, നാളെ രാവിലെ 9 മണിയാകുമ്പോൾ താങ്കളെ പിക്ക് ചെയ്യാൻ കാർ വരും, ടെന്നീസ് കോർട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ടെന്നീസ് പ്ലേ ചെയ്യാനുള്ള ഡ്രസ്സ് മാത്രം ഇട്ട് റെഡിയായിട്ട് നിൽക്കുക, വേറെ കയ്യിലൊന്നും എടുക്കരുത്. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് കാറ് വന്നു. അദ്ദേഹം ടെന്നീസ് ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. ആ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ സ്പോട്ടിൽ വെച്ച് അർണോൾഡ് പരിചയപ്പെട്ട ഒരു മഹത് വ്യക്തിയായിരുന്നു ലോകപ്രശസ്ത ഫുട്ബോളർ പെലെ. അദ്ദേഹവും കെന്നഡി കുടുംബത്തിൻ്റെ ക്ഷണപ്രകാരം അവിടെ എത്തിയിരിക്കുകയാണ്. അവർ പരിചയപ്പെട്ടു, കുറച്ചു നേരം സംസാരിച്ചു. ഡബിൾസ് ടെന്നീസായിരുന്നു അർണോൾഡ് കളിച്ചിരുന്നത്. കൂടെ അന്നത്തെ ഒരു ഫുട്ബോൾ താരം റോസി ഗ്രയർ എന്ന ഒരു മനുഷ്യൻ. അർണോൾഡിനേക്കാൾ വളരെ വലിയ ശരീരമുള്ള ഒരു വ്യക്തി, 6 അടി 5 ഇഞ്ച് പൊക്കം, അതിനൊത്ത നല്ല മസ്കുലർ ബോഡി, ഏകദേശം ഒരു 150 കിലോഗ്രാം ഭാരം. ഇത്തരം ഒരാളാണ് ടെന്നീസ് പാർട്ട്ണർ. രണ്ടാളുടെ കളി തുടങ്ങി. എതിർവശത്ത് 10-11 വയസ്സുള്ള 2 കുട്ടികളും. അപ്പം എന്തായാലും ആദ്യത്തെ സെറ്റ് കുട്ടികൾ ഭംഗിയായിട്ട് നേടി. ഉടനെ അർണോൾഡ് ഒരു ചെറിയൊരു തമാശ അവിടെ ഒപ്പിച്ചു.
അതൊക്കെ ഒന്ന് ഊരി മസിലൊക്കെ കാണിച്ച് കുട്ടികളൊന്ന് വിരട്ടുന്ന പോലെ പോസ് ചെയ്തു. അതവിടെ ഒരു കൂട്ടച്ചിരിക്ക് വകയൊരുക്കി. അങ്ങനെ വളരെ രസകരമായി ടെന്നീസ് എല്ലാം കഴിഞ്ഞു. മറിയ വീണ്ടും അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങൾ ഇന്ന് ഒരു എക്സ്കർഷന് പോവുകയാണ് ഹയാനിസ് പോർട്ടിലേക്ക്, താങ്കളും കൂടെ വരണം. പറഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ. വാസ്തവത്തിൽ അത് മറിയ ഒപ്പിച്ച ഒരു തമാശയായിരുന്നു. ഇങ്ങനെ ഒരു ഡ്രസ്സിൽ കുറച്ചു നേരം അർണോൾഡിനെ ഒന്ന് വട്ട് കളിപ്പിക്കുക എന്നുള്ള ഒരു തമാശ. മറിയ പറഞ്ഞു, അത് സാരമില്ല, അവിടെ പോകുന്നു നമുക്ക് കുറച്ച് നേരം വാട്ടർ സ്കീയിങ്. അങ്ങനെ വാട്ടർ സ്കീയിങ് അറിയില്ലേ? അറിയാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് രസകരമായിട്ട് ചിലവഴിക്കാൻ ഈ ഡ്രസ്സൊക്കെ മതിയല്ലോ പറഞ്ഞു. അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഫ്ലൈറ്റിൽ. എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. ഇന്നത്തെ കാലമല്ല, നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ പോയാൽ മാത്രമേ അന്ന് പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ബാങ്കിൽ പോകാനോ ഓൺലൈൻ ട്രാൻസാക്ഷനോ ഒന്നും ഇല്ലാത്ത കാലമാണ്. മറിയ പറഞ്ഞു, അത് പ്രശ്നമാക്കണ്ട, ഞങ്ങളുടെ സ്വന്തം പ്ലെയിനുണ്ട്, അതിലാണ് പോകുന്നത്, അതിന് താങ്കൾ പൈസ തരണ്ട. അങ്ങനെ ഒരു ഹയാനിസ് പോർട്ടിലെത്തി. അവിടെ ഒരു റെസിഡൻഷ്യൽ കോളനിയാണ്. വളരെ വലിയ സമ്പന്നന്മാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം. ഏകദേശം 100-നടുത്ത് വീടുകളെ അവിടെ ഉള്ളൂ. അതിൽ മിക്കവാറൊക്കെ പൂട്ടി കിടക്കുകയാണ്. ഈ സമ്പന്നന്മാരൊക്കെ വല്ലപ്പോഴും അവിടെ വരും, കുറച്ച് ദിവസം താമസിക്കും, ഈ പറഞ്ഞ വാട്ടർ സ്കീയിങ് അങ്ങനെയുള്ള ചില ഉല്ലാസങ്ങളൊക്കെ നടത്തി അങ്ങ് പോകും. കെന്നഡി കുടുംബത്തിനും അവിടെ ഒരു വീടുണ്ട്. അവരവിടെ ചെന്നു. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം വാട്ടർ സ്കീയിങ്ങും അത്തരം കാര്യങ്ങളുമൊക്കെ ആയി അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. അപ്പം മറിയ പറഞ്ഞു, നമുക്ക് പള്ളിയിൽ പോവാം. പള്ളിയിലോ? ഈ വേഷത്തിലോ? ഈ വേഷം വേണ്ട, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയാം, താങ്കൾക്ക് പറ്റിയ 1-2 ഡ്രസ്സൊക്കെ തരാൻ. അങ്ങനെ മറിയ ആവശ്യപ്പെട്ടത് പ്രകാരം മറിയയുടെ സഹോദരൻ ബോബി സ്ട്രൈവർ അദ്ദേഹത്തിൻ്റെ ഒരു ഷർട്ടും പാൻസും ഒക്കെ അർണോൾഡിന് കൊണ്ടുവന്ന് കൊടുത്തു. വാസ്തവത്തിൽ അർണോൾഡിനേക്കാൾ വളരെയധികം ശരീര വലിപ്പം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ബോബി. ആ ഷർട്ട് അർണോൾഡ് എടുത്തിട്ടപ്പോൾ അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. അതെല്ലാം ഇങ്ങനെ തുറന്നിട്ട് ആണ് അർണോൾഡ് നടക്കുന്നത്. പാൻസ് ആണെങ്കിൽ മുട്ടിന് മേലോട്ട് കയറില്ല. അവസാനം പാൻസ് ഇല്ലാതെ ആ ഷോർട്സ് മാത്രം ഇട്ട് ഈ ഒരു ടൈറ്റ് ഷർട്ടും ഇട്ട് അദ്ദേഹം ഇവരുടെയൊക്കെ കൂടെ ചർച്ചിലേക്ക് പോയി. അത് അവിടെ എല്ലാവരും അദ്ദേഹത്തെ ലേശം ഒരു കോമിക്കായിട്ടൊന്ന് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ തമാശയൊക്കെ ഒപ്പിച്ചെങ്കിലും മറിയ അദ്ദേഹത്തിന് നല്ലൊരു കമ്പനിയായിരുന്നു. എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞുമൊക്കെ അവർ സമയം കളഞ്ഞു. അടുത്ത ദിവസം മടക്കയാത്ര. അപ്പോഴാണ് അടുത്ത പ്രശ്നം. അർണോൾഡ് ന്യൂയോർക്കിലേക്ക് യാത്രയായത് ശനിയാഴ്ച തിരിച്ചു പോകാനുള്ള ടിക്കറ്റുമായിട്ടാണ്. ഇപ്പം ആ ടിക്കറ്റ് ലാപ്സായി. വീണ്ടും മറിയ ടിക്കറ്റ് എടുത്തു കൊടുത്തു. പക്ഷെ അത് അർണോൾഡിന് ലേശം ഒരു ചമ്മലുണ്ടാക്കി. അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ ചെയ്തത് ആ ടിക്കറ്റിൻ്റെ എമൗണ്ട് ചെക്ക് എഴുതി മറിയയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. മനസ്സിൽ പുതിയ ആഗ്രഹങ്ങൾ, പണ്ട് ബാർബറയെ പരിചയപ്പെട്ട കാലത്ത് തോന്നിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ. മറിയയെ വീണ്ടും കാണണം. പക്ഷേ ബാർബറയെ പരിചയപ്പെട്ട രീതിയിലുള്ള ഒരവസ്ഥയല്ല. ഇവർ രണ്ടാളും വളരെ ദൂരെയാണ്. ഒരാൾ ലോസ് ആഞ്ചലസിലും മറ്റൊരാൾ ന്യൂയോർക്കിലും. ഏതായാലും ഡെയിലി ഫോൺ ചെയ്യുക എന്നുള്ളൊരു ശീലത്തിലേക്ക് അവർ കടന്നു. ഒന്നുകിൽ അർണോൾഡ് അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ മറിയ എങ്ങോട്ട്. ആ ഇടയ്ക്ക് പമ്പിംഗ് ആൻഡ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാഷിങ്ടൺ സന്ദർശിച്ചു. പതിവ് പോലെ മറിയെ വിളിച്ചു, സംസാരിച്ചു. വാഷിങ്ടണിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മറിയ പഠിക്കുന്നത് വാഷിങ്ടണിലാണ്. വീണ്ടും അവർ മീറ്റ് ചെയ്തു. വാഷിങ്ടണിൽ അർണോൾഡ് ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മുഴുവൻ അവർ ദിവസേന കാണും, സംസാരിക്കും. അങ്ങനെ അവർ ബന്ധം വളർന്നു വരികയാണ്. അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് അർണോൾഡ് മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, നവംബർ 7-ാം തീയതി മറിയയുടെ ബർത്ത്ഡേ ആണ്. അന്നേ ദിവസം അവർക്ക് കിട്ടുന്ന രീതിയിൽ പൂച്ചെണ്ടുകൾ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാക്കി ജോലികളിലൊന്നും ഒരു തടസ്സവും വരുത്തുന്നില്ല. ഇതിൻ്റെ ഇടയിൽ പമ്പിംഗ് ആൻഡ് പ്രൊമോഷനായിട്ട് യൂറോപ്പിലൊക്കെ യാത്ര ചെയ്തു.
ബോഡി ബിൽഡിംഗ് എന്ന ഒരു സ്പോർട്സിന് വളരെയധികം പ്രചാരം നേടിക്കൊടുത്തു പമ്പിങ് അയൺ. ഒപ്പം ഗോൾഡ്സ് ജിമ്മിന്, അർണോൾഡ് പ്രാക്ടീസ് ചെയ്തിരുന്ന US ഗോൾഡ്സ് ജിം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അതിന് ലോകത്തെല്ലായിടത്തും ഫ്രാഞ്ചൈസീസ് നിലവിൽ വന്നു. അത്തരം ഒരുപാട് ഗുണങ്ങൾ പമ്പിങ് അയൺ എന്ന ബുക്കും അതിനുശേഷം വന്ന സിനിമയും കാരണം ഉണ്ടായി. പ്രത്യേകിച്ച് സിനിമയിലെ അർണോൾഡിൻ്റെ അഭിനയം. തിരിച്ച് വീടെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്, മെയിൽ ഓർഡർ ബിസിനസ് ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോഴും അത് നോക്കാനായിട്ട് സ്റ്റാഫുണ്ട്. അവർ പറഞ്ഞു, താങ്കളെ അന്വേഷിച്ച ഒരാൾ വിളിച്ചിരുന്നു. എന്താ പേര്? എഡ് പ്രസ്മാൻ, ഫിലിം പ്രൊഡ്യൂസറാണ്. അർണോൾഡ് ഉടനെ ഏജൻറ്റ് ചാൾസിനെ വിളിച്ചു. ചാൾസ് നിർദ്ദേശിച്ചനുസരിച്ച് എഡ് പ്രസ്മാനെ പോയി സന്ദർശിച്ചു. എഡ് പ്രസ്മാൻ ആ സമയത്ത് ഒരു സിനിമാ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 1930 കാലഘട്ടത്തിൽ അന്നത്തെ മാഗസിൻസിലും പേപ്പേഴ്സിലും എല്ലാം പബ്ലിഷ് ചെയ്തിരുന്ന ഒരു കോമിക്സ് പോലുള്ള ഒരു കഥ, കോനാൻ എന്നുള്ള ഒരു കഥാപാത്രം ഹീറോയായി വരുന്ന ഒരു കഥ, അത് സിനിമയാക്കാനുള്ള ഒരു പ്രോജക്റ്റ് പ്രസ്മാൻ്റെ മനസ്സിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. ആ ഇടയ്ക്ക് അദ്ദേഹം അതിന് സിനിമയാക്കാനുള്ള അവകാശം അതിൻ്റെ അവകാശികളുടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടി. പമ്പിങ് അയൺ കണ്ട സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, ഇതിലെ ഹീറോ അർണോൾഡ് തന്നെ. അങ്ങനെ ആ സിനിമയ്ക്കുള്ള എഗ്രിമെൻ്റ് അർണോൾഡായിട്ടും ഒപ്പിട്ടു. അന്ന് അതുവരെ കിട്ടാത്ത ഏറ്റവും വലിയൊരു പ്രതിഫലമാണ് പ്രസ്മാൻ അർണോൾഡിന് ഓഫർ ചെയ്യുന്നത്, $2,50,000. എന്നിട്ട് അദ്ദേഹം അർണോൾഡിനോട് പറഞ്ഞു, ഇതിവിടെ കൊണ്ട് നിൽക്കുന്നില്ല, ഈ സിനിമയ്ക്ക് ഇനിയും തുടർഭാഗങ്ങളുണ്ടാവും, അതിലെല്ലാം താങ്കളുടെ പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് $10,00,000. അതിൻ്റെ അടുത്ത പാർട്ടിന് $20,00,000. അന്ന് നിറയെ വിളിച്ചപ്പോൾ അർണോൾഡ് പറഞ്ഞു, ഒരു കാലത്ത് ഞാൻ ബോഡി ബിൽഡിങ്ങിൽ നമ്പർ 1 ആയിരുന്നു. ഒരു കാലത്തെന്ന് പറയാൻ കാരണം 1975 പമ്പിങ് അയണിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതോടെ അന്നത്തെ മിസ്റ്റർ ഒളിമ്പ്യ വിജയവും കഴിഞ്ഞു. അതിനുശേഷം മിസ്റ്റർ ഒളിമ്പ്യ കോമ്പറ്റീഷന് പോയിട്ടില്ല. ജോ വീഡർക്ക് സന്തോഷം ഉണ്ടായിക്കൊണ്ട് 76 ഫ്രാങ്കോ കോളും മിസ്റ്റർ ഒളിമ്പ്യയായി. ഇനി ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ഫിലിം സ്റ്റാർ ആവാൻ പോകുന്നു. ലോകത്തെ ഏറ്റവും പ്രതിഫലം വാങ്ങിക്കുന്ന, ലോകത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നമ്പർ 1 ഫിലിം ആക്ടർ ആവാൻ പോവുകയാണ്. പക്ഷെ സിനിമയായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്തോറും സിനിമയുടെ പ്രോജക്റ്റിനനുസരിച്ച് പണം ഒരുപാട് വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ നായകനെ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ, ബാക്കിയുള്ള നടന്മാർ. ഇതിനനുസരിച്ചുള്ള സെറ്റുകൾ വേണം. അതായത് പുരാതന കാലത്ത് സംഭവിക്കുന്ന ഒരു കഥയാണിത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള രീതിയിലുള്ള സിനിമ സെറ്റുകൾ റെഡിയാക്കണം, ആ രീതിയിലുള്ള ഫൈറ്റുകളും കാര്യങ്ങളും. അങ്ങനെ ഒരുപാട് ചെലവുകൾ ഇനി വേറെ വരാനുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ എഡ് പ്രസ്മാൻ്റെ കയ്യിൽ പൈസയില്ല. എഡ് പ്രസ്മാൻ അതോടെ ആ സിനിമ എടുക്കാനുള്ള അവകാശം മറ്റൊരു പ്രൊഡ്യൂസർക്ക് വിറ്റു. അത് മറ്റാരും ആയിരുന്നില്ല, അർണോൾഡ് ആദ്യമായി കണ്ട ദിവസം തന്നെ ഒരു തമാശ പറയുകയും അതോടെ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഡിനോ ഡി ലോറൻറ്റിസ്. സിനിമ എടുക്കാനുള്ള അവകാശം കിട്ടിയോടെ ലോറൻറ്റിസ് അതിൻ്റെ പ്രോജക്റ്റെല്ലാം ഒന്ന് പരിശോധിച്ചു. ഹീറോ അർണോൾഡ് അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനകം ഈ സിനിമയുടെ സംവിധായകനെ എഡ് പ്രസ്മാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അന്നത്തെ ഒരു പ്രശസ്ത സംവിധായകനായ ജോൺ മിലിയസ്. എഡ് പ്രസ്മാൻ പറഞ്ഞു ജോണിനോട്, ഇയാൾ വേണ്ട, ഇയാൾ ഹീറോ ആയാൽ ശരിയാവില്ല. അപ്പോൾ ജോൺ ചോദിച്ചു, അതെന്താ? ഇയാളൊരു നാസിയായിരുന്നു. ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനി നാസി ഭരണത്തിലായിരുന്നു. അന്ന് ആ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഓസ്ട്രിയയും. പക്ഷേ ഓസ്ട്രിയക്കാരിൽ മഹാഭൂരിപക്ഷവും നാസികളായിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ജോൺ മിലിയസ് പറഞ്ഞു,
ഈ പ്രോജക്റ്റിൽ അയാളല്ല ശരിയായിട്ടുള്ള നാസി, പിന്നെ ആരാ? ഞാൻ. അപ്പോൾ ഡിനോ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ജോണിന്. ഞാനാണ് നാസി, അർണോൾഡല്ല. പിന്നൊരു കാര്യം ഞാൻ പറയാം, ഈ കഥാപാത്രത്തിന് അർണോൾഡല്ലാതെ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ചിത്രകഥകളിലൂടെ ലോകം മുഴുവൻ അറിയുന്നതാണ്. ആ രീതിയിൽ ബോഡിയുള്ള ഒരു സിനിമ ആക്ടറെ നമുക്കിവിടെ ഉള്ളൂ, അത് അർണോൾഡാണ്. അതിനിടയിൽ ഈ കഥ സിനിമയാകുന്നു എന്നുള്ള ഒരു പ്രചാരണം വന്നപ്പോൾ തന്നെ ഈ കോമിക്സിന് ഒരുപാട് ആരാധകരുണ്ട്. പല സ്ഥലത്തും അർണോൾഡിനെ പിന്തുണച്ചുകൊണ്ട് ബാനറുകളൊക്കെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ജോൺ പറഞ്ഞു, ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്, ഇനി നമ്മൾ അർണോൾഡിനെ മാറ്റി വേറൊരാളെ ഇട്ടാൽ ഈ സിനിമ തീർന്നു, ജനങ്ങളിത് കാണില്ല. അവസാനം മനസ്സോടെ ഡിനോ സമ്മതിച്ചു. പക്ഷെ അയാൾ വേറൊരു പണി ചെയ്തു. അയാളുടെ ഒരു വക്കീലിനെ അർണോൾഡിൻ്റെ അടുത്തേക്ക് അയച്ചു. വക്കീൽ അർണോൾഡിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എഗ്രിമെൻ്റ് അനുസരിച്ച് വളരെ വലിയൊരു പ്രതിഫലമാണ് പ്രസ്മാൻ ഓഫർ ചെയ്തിരിക്കുന്നത്. അർണോൾഡ് ഒന്നും വേണ്ടിയില്ല. അത്രയും പ്രതിഫലം നിങ്ങളുടെ ഇന്നത്തെ സ്റ്റാർ വാല്യൂ അനുസരിച്ച് ഇതിന് തരാൻ പറ്റില്ല. അർണോൾഡ് വളരെ കൂളായിട്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് ആ റോളിങ് തന്നാൽ മതി. അത് കേട്ട് അഡ്വക്കേറ്റ് ഞെട്ടി. കാരണം അഡ്വക്കേറ്റ് ഒരു വലിയ പ്രതിവാദത്തിന് തയ്യാറായി വരികയാണ്. $2,00,000 എന്നുള്ളത് തർക്കിച്ച് ഒന്ന് താത്താം എന്നുള്ള പ്രതീക്ഷയിൽ വന്ന അഡ്വക്കേറ്റിനോട് അർണോൾഡ് പറയുന്നു, എനിക്ക് പ്രതിഫലം വേണ്ട, പക്ഷെ എനിക്ക് ആ റോള് വേണം. കാരണം അർണോൾഡ് മനസ്സിൽ ചില കണക്കുകളൊക്കെ കൂട്ടുകയാണ്. ഇന്നത്തെ എൻ്റെ നിലയിൽ നിന്ന് വളരെയധികം എൻ്റെ സ്റ്റാർ വാല്യൂ ഉയർത്താൻ പോകുന്ന ഒരു സിനിമയാണിത്. അപ്പം ഇത് ഞാൻ വെറുതെ അഭിനയിച്ചാൽ പോലെ എനിക്കത് ഭാവിയിലേക്ക് ലാഭമാണോ? ഇതിനിടയിൽ എഡ് പ്രസ്മാൻ മറ്റൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അർണോൾഡിന് ഒരു ഫുൾ ടൈം റോൾ കിട്ടി. ദ വില്ലൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അന്നത്തെ പ്രശസ്തരായ 2 അഭിനേതാക്കൾ കിക്ക് ഡഗ്ലസും ആൻ മാർഗരറ്റും ആയിരുന്നു അതിലെ നായകനും നായികയും. അതിലെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട് അർണോൾഡ്. ആ സിനിമ കൊണ്ട് ഉണ്ടായ ഒരു മെച്ചം, അതുവരെ അറിയാതിരുന്ന ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടി, കുതിരസവാരി. അതുകൂടാതെ ആ സമയത്ത് തന്നെ ഒരു TV സീരിയലിൽ കൂടെ അദ്ദേഹം അഭിനയിച്ചു. അന്നത്തെ പ്രശസ്തയായ ലോനി ആൻഡേഴ്സൺ എന്ന നടിയുടെ കൂടെ ദ ജെയിൻ മാൻസ്ഫീൽഡ് സ്റ്റോറി എന്ന TV സീരിയലിൽ അവരുടെ ഹസ്ബൻഡായിട്ട്, അതും ഫുൾ ടൈം റോളാണ്. അത്തരം റോളുകളല്ലാതെ എടുക്കില്ല എന്ന് അദ്ദേഹം ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കോനാൻ്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഒരു സിനിമയും ഒരു TV സീരിയലും. അത് കഴിഞ്ഞാണ് അദ്ദേഹം ശരിക്കും കോനാൻ്റെ സംവിധായകൻ ജോൺ മിലിയസിനെ പരിചയപ്പെടുന്നത്. ജോൺ മിലിയസ് ഒരു US മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് റിട്ടയർ ചെയ്താണ് ഈ സിനിമാ സംവിധാന രംഗത്തേക്ക് വരുന്നത്. മാത്രമല്ല, ഈ ലോകത്ത് മിക്കവാറും അദ്ദേഹം എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ലോകത്തെ മിക്കവാറും എല്ലാ പൗരാണിക സംസ്കാരങ്ങളും അദ്ദേഹം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ, മെസൊപ്പൊട്ടാമിയൻ, ഇൻഡസ് വാലി, അങ്ങനെയുള്ള എല്ലാ സംസ്കാരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അത് കേൾക്കാൻ താല്പര്യമുള്ളവരോട് സംസാരിക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ഇന്നത്തെ പിള്ളേർക്കൊന്നും പറ്റൂല. അവർ പറയും, ഓ കിളവൻ്റെ ഒരു ഇത്, നമ്മളിതെല്ലാം മിനിറ്റ് വെച്ച് എടുക്കും ഇൻ്റർനെറ്റിൽ നിന്ന്, അടുത്ത മിനിറ്റിൽ അത് തലേന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ജോണുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അർണോൾഡ് 2ാം ലോക മഹായുദ്ധത്തിൽ നടന്ന ഒരു ദാരുണ സംഭവം, USS ഇൻഡ്യാനാപോളിസ് എന്നാണ് അത് US നേവിയിൽ അറിയപ്പെടുന്നത്. ആക്ച്വലി അത് അവരുടെ ഒരു കപ്പലിൻ്റെ പേരായിരുന്നു. ആ കപ്പൽ 1945 ജൂലൈ 30 ജപ്പാൻ അപ്രതീക്ഷിതമായി ഒരു മുങ്ങിക്കപ്പലാക്രമണത്തിലൂടെ മുക്കി. അതിൽ ഏകദേശം 1200 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 316 ആൾക്കാർ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെ ബോഡി പോലും കിട്ടിയില്ല, എല്ലാം സ്രാവുകൾ തിന്നു തീർത്തു. അത്തരം കടലിൻ്റെ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു ആ ആക്രമണം.
ആ സംഭവം നടന്ന് 7ാമത്തെ ദിവസമാണ് ഹിരോഷിമയിൽ ആദ്യത്തെ ആറ്റം ബോംബ് വീഴുന്നത്. അതായത് വട്ടി കൊടുത്ത് അടി വാങ്ങിക്കുകയായിരുന്നു ജപ്പാൻ. 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നാഗാസാക്കിയിൽ അടുത്ത ബോംബ് തീർന്നു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ജോണിൻ്റെ നിർദ്ദേശപ്രകാരം അർണോൾഡ് ഇതിനെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. കുതിരസവാരി നേരത്തെ പ്രാക്ടീസ് ചെയ്തിരുന്നു ദ വില്ലൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി. പക്ഷേ കോനാനിൽ അത്രയൊന്നും പോരാ, വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം കുതിരസവാരിയിൽ. ആ റോൾ അത്തരം ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുതിരസവാരി നല്ല രീതിയിൽ തന്നെ പഠിച്ചു. അതുകൂടാതെ വിവിധ തരം മാർഷ്യൽ ആർട്സുകൾ, ആയോധന കലകൾ, കരാട്ടെ, ബോക്സിങ്, അങ്ങനെ പല കലകളും ഒരു നല്ല ലെവലിൽ തന്നെ പഠിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് വാൾപ്പയറ്റ്. അതിൻ്റെ തുടക്കം വളരെ രസകരമായിരുന്നു. ഈ ജപ്പാൻ സമുറായി എന്ന ഒരു ആയോധന കലയിൽ ഉപയോഗിക്കുന്ന തരം വാളായിരുന്നു. വളരെ ലൈറ്റ് വെയ്റ്റ് വാൾ. അപ്പം അർണോൾഡ് വിചാരിച്ചു ഈ വാളൊക്കെ ഇത്രയേ ഉള്ള. പക്ഷേ വാളുകളുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൂടി വന്നു. അവസാനം ആ സിനിമയ്ക്ക് വേണ്ടി ശരിക്കും ഉപയോഗിക്കുന്ന ഒരു വാളിൻ്റെ ഏകദേശം അടുത്തുള്ളൊരു വാൾ എത്തുന്ന സമയത്ത് ആ വാളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 കിലോഗ്രാമാണ്. അത് വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിലല്ല നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകും. അത്രയും വെയിറ്റുള്ള വാളുകൾ. അത്തരം വാളുകളുണ്ടായിരുന്നു ഈ കോനാൻ ദ ബാർബേറിയൻ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അതിനായിട്ട് 2 വാളുകൾ പ്രത്യേകം അവിടെ പണി കഴിപ്പിച്ചുണ്ടാക്കി. അന്ന് അതിന് ഒരു വാളിന് ചിലവ് $10,000. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും പല ഭാഗത്ത് സെറ്റുകളിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടത്തുന്നത്. അതിനുള്ള ചിലവുകൾ വേറെ. അങ്ങനെ മൊത്തം ആ സിനിമയുടെ ചിലവെന്ന് പറയുന്നത് $2 കോടി എസ്റ്റിമേറ്റ് ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, എസ്റ്റിമേറ്റാണ് ഈ വന്നത്. പക്ഷേ ജോൺ മെരീസിനൊരു സ്വഭാവമുണ്ട്. അദ്ദേഹം ഒരു എസ്റ്റിമേറ്റ് ഇട്ടാൽ ആ എസ്റ്റിമേറ്റിൽ ആ സിനിമ തീർക്കും. ഇതിനിടയിൽ അർണോൾഡ് പല വ്യക്തികളെ പല സമയത്ത് കാണുകയാണ്. പ്രത്യേകിച്ച് ഈ മാർഷ്യൽ ആർട്സിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന സമയത്തും അതുപോലെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ചില ചർച്ചകൾക്കിടയിലും. അതായത് വളരെ കാലമായിട്ട് സിനിമ അഭിനയമോഹം കൊണ്ടു നടന്ന് എവിടെ എത്താതെ അവസാനം ഹോട്ടലിൽ വെയിറ്റർ പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോഴും ഇടയ്ക്ക് ഇവിടെ വരും, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റണ്ട് ട്രെയിനർ അദ്ദേഹത്തോട് പറയുന്നത്, അർണോൾഡ്, നീ ശരിക്കും ലക്കിയാണ്. അപ്പം അർണോൾഡ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെയുള്ള പല ആൾക്കാരെ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടില്ലേ? അവരൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് നോക്കി നടക്കുകയാണ്. അതേസമയം നീ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് എത്രയായി? അർണോൾഡ് കണക്ക് കൂട്ടി 75 സ്റ്റേ ഹംഗ്രിയോടെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അഭിനയം തുടങ്ങുന്നത്. അതിന് മുമ്പ് 69 ഒരു സിനിമയിൽ അഭിനയിച്ചെങ്കിൽ അത് അപ്പോഴും റിലീസായിട്ടില്ല. അർണോൾഡ് പറഞ്ഞു 4 വർഷം. ഇവിടെ 20 വർഷമായിട്ട് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോഴാണ് 4 വർഷം കൊണ്ട് നീ ഒരു $multi-million പ്രോജക്റ്റിൻ്റെ ഹീറോ വേണം. യു ആർ റിയലി ലക്കി.